സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. തീരമേഖലയിൽ ശക്തമായ വേലിയേറ്റം. ദേശീയപാതയിലെ ചാലക്കുടി അടിപ്പാതയിൽ വെള്ളം കയറി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന രക്ഷപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വെള്ളത്തിന്റെ കുത്തൊഴുക്കാണ് ആന ഒഴുക്കിൽപ്പെടാൻ കാരണം. TCV വാർത്താ ഫലം കാണുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ തൃശൂർ കോർപ്പറേഷൻ. ഷെൽട്ടർ സംവിധാനം ഒരുക്കാൻ അജണ്ട. കുന്നംകുളം ആർത്താറ്റ് പോലീസുകാർ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് മടത്തിപ്പറമ്പിൽ ശ്രീദേവിയാണ് മരിച്ചത്. മാസങ്ങളായി പാലളന്ന പണം ലഭിക്കാത്തതിൽ എരുമപ്പെട്ടിയിൽ ക്ഷീര കർഷകരുടെ പ്രതിഷേധം. ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചില ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിന് മുന്നറിയിപ്പുണ്ട്. തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മധ്യവടക്കൻ ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തീരപ്രദേശത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മഴ ശക്തമായതോടെ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തി. 2 ഘട്ടമായി 4 ഇഞ്ച് വീതമാണ് ഇന്ന് ഉയർത്തിയത്. ഇതോടെ എല്ലാ ഷട്ടറുകളും 12 ഇഞ്ച് വീതം തുറന്നു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കാനാണ് ക്രമീകരണം. ഇതുമൂലം മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി. നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി. സിവാൾ റോഡും തകർന്നു. വീടിനുള്ളിൽ വെള്ളം കയറുകയും തകരുകയും ചെയ്ത വടക്കൻ കുഞ്ഞയ്യപ്പക്കുട്ടിയുടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. പുതിയ വീട്ടിൽ കാളാമ്പറമ്പിൽ മുഹമ്മദിന്റെ ഓട് വീടും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച് വീടുകളിലേക്ക് കയറുകയാണ്. കടലോര മേഖലയിലെ വീടുകളിലും പറമ്പിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇനിയും കടലാക്രമണം ശക്തമായാൽ കൂടുതൽ വീടുകൾ തകരുമെന്ന അവസ്ഥയാണ്. വാടാനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷം. അത് ഇത്രയും സ്ഥലം കൂടിയെടുത്തിട്ട് പോയിട്ടുണ്ട്. ഒരാൾ തിരിഞ്ഞോക്കല്ല. പഞ്ചായത്താവട്ടെ, കളക്ടറാവട്ടെ, അല്ലെങ്കിൽ അത്രയും നേതാക്കന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത്രയും ഇപ്പോൾ ഈ ഇന്ന് ഉച്ചയുടെ കൂടി ഏകദേശം ഇവിടുന്ന് കിഴക്കോട്ട് കയറും. എത്ര മീറ്ററോളം കയറിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം കയറി. അവിടെ ഇരുന്നൊക്കെ തെരയൊടുങ്ങി. ഈ കല്ലിൻ്റെ അപ്പുറത്തെ തെരയൊടുങ്ങിയത്. ആ തെരയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. ജനങ്ങൾ കാണുന്നത് ഈ ആൾക്കാരുടെ കണ്ണിൽ അവർ എത്ര വീടുകൾക്ക് ഇവിടെ കുറേ വീട് പോയിട്ടുണ്ട്. ഇന്നൊരു 10, 20, 10 വീട് ഈ ഭാഗത്ത് തന്നെ പോയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെ കേട്ടത് 10, 20 വീട് ഈ ഭാഗം പൊളിഞ്ഞു. പക്ഷെ ആ വീട് പോകാൻ പറ്റുക ഇതല്ല. എവിടെ എന്തെന്നാ തരാ കടലാന്നറിയോ ആ വീട് പോകാനായിട്ട്. അതുകൊണ്ട് ആ വീടും പോകാനായിട്ട്. മഴ കനത്തതോടെ ചാലക്കുടി പുഴയിലെ ജലവിധാനം ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പെരിങ്ങൽകുത്ത് ഡാമിലെ 2 എമർജൻസി ഷട്ടറുകൾ തുറക്കുകയും ശനിയാഴ്ച കനത്ത മഴ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് പുഴയിൽ വെള്ളം കൂടിയത്. ഞായറാഴ്ച രാവിലെ 6.90 മീറ്ററാണ് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ്. ഇത് 7.10 മീറ്ററിലെത്തിയാൽ മുന്നറിയിപ്പ് അളവും 8.10 മീറ്ററിലെത്തിയാൽ അപകട പരിധിയും കടക്കും. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി വാഹനഗതാഗതം തടസ്സപ്പെട്ടു. പടിഞ്ഞാറെ ചാലക്കുടി തച്ചുടപ്പറമ്പ് റോഡിലും വെള്ളം കയറി. കാടൂറ്റി പഞ്ചായത്തിലെ ചാത്തൻചാൽ പാടശേഖരം റോഡ് വെള്ളത്തിനടിയിലായി. പരിയാരം കപ്പാത്തോട് കരകവിഞ്ഞൊഴുകി. കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചു. ഡാമുകൾ തുറന്നതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കനത്തു. ചാപ്പ വെള്ളച്ചാട്ടത്തിലും കുത്തൊഴുക്കാണ്. കേരള ഷോളയാറിൽ നിന്നുള്ള വെള്ളം പെരിങ്ങൽകുത്ത് ഡാമിൽ എത്തുന്നുണ്ട്. പറമ്പിക്കുളം ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടില്ല. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ വരെ മഴ മാറി നിന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. TCV ന്യൂസ്, ചാലക്കുടി. കുന്നംകുളം പഴുഞ്ഞാനയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. കെട്ടിടത്തിന് 50 വർഷത്തിലേറെ പഴക്കമുണ്ട്.
ചാലക്കുടി പുഴയിലെ വെള്ളപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന 2 മണിക്കൂറിന് ശേഷം രക്ഷപ്പെട്ടു. എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നാണ് ആന മറുകരയിലെ പ്ലാന്റേഷൻ മേഖല ലക്ഷ്യമിട്ട് പുഴയിലേക്ക് ഇറങ്ങിയത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം വരുന്നതിനാൽ കുത്തൊഴുക്ക് ശക്തമായിരുന്നു. പുഴയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ ആന ഒഴുകിപ്പോകുമെന്ന അവസ്ഥയിലായി. ഇതോടെ കൊമ്പൻ തിരികെ പോരുകയായിരുന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അടിതെറ്റി ആന പലവട്ടം ഒഴുകിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു. അവശനിലയിൽ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തിരിച്ചെത്തിയ ആന പിന്നീട് മല കയറിപ്പോയി. TCV വാർത്ത ഫലം കാണുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ഷെൽട്ടർ സംവിധാനം ഒരുക്കുവാനുള്ള അജണ്ടയുമായി തൃശൂർ കോർപ്പറേഷൻ. പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഭീതിയായി തൃശൂർ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ സംബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും TCV വാർത്ത നൽകിയിരുന്നു. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന അജണ്ടയാണ് വ്യാഴാഴ്ച ചേരുന്ന തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ പരിഗണിക്കുന്നത്. ഷെൽട്ടർ ഒരുക്കി തെരുവുനായകളെ പിടിച്ചുകെട്ടി സംരക്ഷിക്കണമെന്നത് ദീർഘനാളത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് കൗൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്തും നൽകിയിരുന്നു. തെരുവുനായ ശല്യത്തിന് കാതലായ പരിഹാരം ഷെൽട്ടർ സംവിധാനമാണെന്ന് വിൽവട്ടം സീനിയർ വെറ്ററിനറി സർജൻ കോർപ്പറേഷന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നായകൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുന്നതിൽ അഭിപ്രായം ചോദിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസും കോർപ്പറേഷനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിലവിൽ നായകളെ വന്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം പിടിക്കുന്നിടത്ത് തന്നെ ഇവയെ തിരിച്ചുവിടുന്ന രീതിയാണുള്ളത്. ഇത് നഗരത്തിൽ വീണ്ടും നായകളുടെ ശല്യവും സാന്നിധ്യവും ഉണ്ടാക്കുകയാണ്. ഇതൊഴിവാക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഷെൽട്ടർ സ്ഥാപിക്കാൻ കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നാണ് ആവശ്യം. TCV തൃശൂർ. കുന്നംകുളം ആർത്താറ്റ് കഴിഞ്ഞ ദിവസം പോലീസുകാരൻ ഓടിച്ച ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് മടത്തിപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് ആർത്താറ്റ് വെച്ച് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന ശ്രീദേവിയെ ഇടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. ദേശീയപാത കൊരട്ടിയിൽ കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടു. പെരുമ്പിക്കും JDS ജംഗ്ഷനും ഇടയിൽ ഇന്ത്യൻ കോഫി ഹൌസിന് സമീപമുള്ള കൊരട്ടിച്ചാലിലേക്ക് നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർ അടക്കം വാഹനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:00 സംഭവം. ഇന്ത്യൻ കോഫി ഹൌസിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന പിക്കപ്പ് വാനിൽ തട്ടിയാണ് കണ്ടെയ്നർ വാഹനം ദേശീയപാതയിൽ നിന്നും 15 അടിയോളം താഴ്ചയുള്ള തോട്ടിലേക്ക് തെന്നി വീണത്. കാലിയായ കണ്ടെയ്നറുമായി മൈസൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മാസങ്ങളായി പാലളന്ന പണം ലഭിക്കാത്തതിൽ എരുമപ്പെട്ടിയിൽ ക്ഷീര കർഷകരുടെ പ്രതിഷേധം. ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് കർഷകർ പ്രതിഷേധിച്ചു. കയ്യും കാലും മുട്ടുമില്ലാതെ പണിയെടുത്തുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് 2 മാസത്തെയും 3 മാസത്തെയും പാലിലെ പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ന് പാലളക്കാൻ വേണ്ടി വന്നവരെല്ലാവരും ഇവിടെ പാലളക്കാണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഇവിടെ സൊസൈറ്റിയുടെ മുന്നിൽ ഒഴിച്ചു പോകാനും അത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടെ ഈ നിമിഷം വരെ എത്തിപ്പെട്ടിട്ടില്ല. 3 മാസമായി കർഷകർക്ക് പാലളന്ന പണം ലഭിച്ചിട്ട് നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിനെ തുടർന്നാണ് കർഷകർ ക്ഷീരസംഘം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. 30,000 രൂപ വരെ ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറയുന്നു. 3 മാസം കാശ് കിട്ടുന്നു. ഈ കാശ് എന്ന് പറയണമെങ്കിൽ ഇവർ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ ഈ പശുവിൻ്റെ അടുത്ത് സൊസൈറ്റിയിൽ നിന്ന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ മുമ്പിൽ നിന്നുണ്ടെങ്കിൽ പശുവിൻ്റെ വയറെന്നറിയില്ല. ഈ കൊതുകടിയും ഈച്ചകടിയും കൊണ്ടിട്ടാണ് ഇത് കറന്നുകൊണ്ടിരുന്നത്. ഈ തീട്ടപ്പുല്ല് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ മൊത്തം 5 ലക്ഷത്തിലധികം രൂപ പാൽ അളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകാനുണ്ട്.
പ്രതിഷേധത്തെ തുടർന്ന് സെക്രട്ടറി എത്തിയെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട പണം എന്ന് നൽകും എന്നതിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കർഷകർ പരാതി നൽകി. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ 10 അംഗ സംഘമാണ്. ഈ 10 അംഗ സംഘത്തിൽ ഒരാളെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 6 മണിക്ക് പാലളക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഇതേവരെ ഒരു മനുഷ്യന്മാർ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ലാഭം മാത്രമേ വേണ്ടൂ. ക്ഷീരകർഷകർ പിഴിഞ്ഞങ്ങ് കുടിക്കുക. എവിടെ കൊണ്ട് മുക്കിയെന്നറിയില്ലേ കാശൊക്കെ. ഈ മിൽമയ്ക്ക് 50 ലിറ്റർ 60 ലിറ്റർ പാല് കൊടുത്ത് പോകുന്നുണ്ട്. ഈ പൈസ ഇവിടെ പോകണമാരില്ല. ഈ 17,000 രൂപയ്ക്ക് പാല് പുറമോളുണ്ട്. അതിൻ്റെ കാശ് എവിടെ പോകണമാരില്ല. ഒരാൾക്കും ഒരു ഉത്തരവാദിത്വമില്ല. കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, PS സുനീഷ്, MC ഐജു എന്നിവരും കർഷകർക്ക് പിന്തുണയർപ്പിച്ച് എത്തിയിരുന്നു. കർഷകർക്ക് അവരുടെ അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഏകദേശം 20ഓളം ക്ഷീരകർഷകരായിട്ടുള്ള കുടുംബങ്ങൾ പാലളക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 4 മാസത്തോളമായി ഇവിടെ പാല് അളക്കുന്ന ക്ഷീരകർഷകർക്ക് അവർക്ക് ലഭിക്കേണ്ട പണം കൊടുക്കാൻ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല. ഈ പ്രതിഷേധത്തിലും ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ രൂപം സമരവും മാറുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിൽ രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ഉറച്ച പിന്തുണ ഈ പ്രിയപ്പെട്ട ക്ഷീരകർഷകർക്ക് ഇവരുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗോവിന്ദചാമിക്ക് വിയൂർ ജയിലിൽ കനത്ത സുരക്ഷ. CCTV അടക്കം സുരക്ഷാ സന്നാഹങ്ങളുള്ള സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഗോവിന്ദചാമിയെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെത്തിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിലിലെ താഴത്തെ നിലയിൽ 1-ാം നമ്പർ സെല്ലിൽ പാർപ്പിച്ചു. ജീവനക്കാരുടെ മുറിയോട് ചേർന്നാണ് ഈ സെൽ. CCTV അടക്കം കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത്. ഏകാന്ത തടവിലിടാനായിരുന്നു ആദ്യത്തെ ആലോചനയെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഒരു തടവുകാരനെ കൂടി ഇയാൾക്കൊപ്പം പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഗോവിന്ദചാമിയെ നിരീക്ഷിച്ച ശേഷം ഏകാന്ത തടങ്കിലാക്കാനാണ് തീരുമാനം. CCTV ക്യാമറകൾ സെല്ലിലുള്ളതിനാൽ മറ്റ് തടവുകാരെ ഒപ്പം പാർപ്പിക്കേണ്ട എന്ന വിലയിരുത്തലുണ്ട്. ഗോവിന്ദചാമിക്ക് സെല്ലിന് പുറത്തിറങ്ങേണ്ട സാഹചര്യമില്ല. ഭക്ഷണം അകത്തേക്ക് എത്തിച്ചു നൽകും. ശുചിമുറി സംവിധാനവും സെല്ലിനകത്തുണ്ട്. സെല്ലിനകത്ത് ഗോവിന്ദചാമി ശാന്തനാണെന്നാണ് വിവരം. അതിനിടെ ജയിൽ ചാടിയ സംഭവം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ 2-അംഗ സമിതി ഉടൻ അന്വേഷണം തുടങ്ങും. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സംഘത്തിലുള്ളത്. ഇവർ ജീവനക്കാരിൽ നിന്നും തടവുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ജയിലിനകത്ത് ലഹരി വസ്തുക്കൾ സുലഭമാണെന്ന ഗോവിന്ദചാമിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഫോൺ ചെയ്യാൻ സൗകര്യമുണ്ടെന്നും പണം നൽകിയാൽ എന്തും സാധിക്കുമെന്നും നൽകിയ മൊഴിയിൽ അന്വേഷണം നടത്തും. ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജയിലിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് TCV. അതിതീവ്ര ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ ഇരിങ്ങാലക്കുട എക്സൈസ് 2 കിലോ കഞ്ചാവ് പിടികൂടി. 3 അസം സ്വദേശികൾ അറസ്റ്റിൽ. മുജീബുർ റഹ്മാൻ, ബുൾബുൾ ഹുസൈൻ, ഹനാൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ ഇന്റലിജൻസും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട എക്സൈസ് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ചാലക്കുടി മേഖലയിൽ അതിഥി തൊഴിലാളികൾക്കായി വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. കഞ്ചാവ് വാങ്ങിക്കാനെന്ന് വ്യാജേന നിരീക്ഷണം നടത്തിയാണ് സംഘത്തെ പിടികൂടിയത്. ഇൻസ്പെക്ടർ AB പ്രസാദ്, ഉദ്യോഗസ്ഥരായ VM ജബ്ബാർ, KS ജീസ്മോൻ, PV ബെന്നി, MR നെൽസൺ, KP ബെന്നി, ബിബിൻ വിൻസെന്റ്, ഷോബിത്, KK സുധീർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് മരക്കമ്പനിയിൽ തീപിടുത്തം. സിവിൽ പോലീസ് ഓഫീസർ അജിത്താണ് തീപിടുത്തം ആദ്യം കണ്ടത്. തുടർന്ന് നൈറ്റ് പട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ രാജുവിനെ വിവരമറിയിച്ചു. ഉടൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചുവെങ്കിലും അവർ എത്തുന്നതുവരെ കാത്തുനിൽക്കാതെ പോലീസ് സംഘം തന്നെ തീയണയ്ക്കാൻ മുന്നിട്ടിറങ്ങി. പിന്നീട് ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായും തീയണച്ചു. കുഴൂരിൽ മത്സ്യം പിടിക്കാൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഴൂർ വട്ടോലിപ്പറമ്പിൽ 73 വയസ്സുള്ള രമണനാണ് മരിച്ചത്. കരിക്കാട്ടുചാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ പ്രാരംഭ നടപടികൾ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ടാണ ജംഗ്ഷനിലെ കെട്ടിടം കൂടി പൊളിച്ചു മാറ്റിയതോടെ പുതുക്കിയ എസ്റ്റിമേറ്റ് KSTP ഉദ്യോഗസ്ഥർ സർക്കാർ അനുമതിക്ക് അയച്ചിരുന്നു. പുതുക്കിയ എസ്റ്റിമേറ്റിന് അനുമതി ലഭ്യമായതോടുകൂടിയാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. വികസന പദ്ധതിക്ക് അനുമതി ലഭ്യമായിട്ടില്ലെന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇടനാഴികളിൽ ചുവപ്പ് നാടയുടെ വിരസതയില്ല. ആരാമത്തിന്റെ വർണ്ണഭംഗിയാണ് ഇവിടെ നിറയുന്നത്.
താലൂക്കിന്റെ ഭരണസിരാ കേന്ദ്രത്തിലെത്തുന്നവർക്ക് വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ. 4 നിലകളിലായുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകൾക്ക് മുന്നിലുള്ള വരാന്തകളിലും പൂന്തോട്ടങ്ങളുണ്ട്. ലേബർ ഓഫീസിലെ ജീവനക്കാരാണ് ആദ്യമായി ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. തുടർന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, PWD ഓഫീസ് തുടങ്ങി വിവിധ ഓഫീസുകൾക്ക് മുന്നിലും പൂന്തോട്ടങ്ങൾ വളർന്നു. പ്രധാനപ്പെട്ട ഒരു ഓഫീസെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു പച്ച പൊതിച്ച് കിടക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്കും അതിലൊരു അഭിമാന നിമിഷം തന്നെയുണ്ട്. നമ്മുടെ ലേബർ ഓഫീസിലാണ് ഇത്തരത്തിലുള്ളൊരു ചെടികൾ വെച്ചുകൊണ്ടുള്ളൊരു ആദ്യ പരീക്ഷണം നടക്കുന്നത്. അവരുടെ ഔദ്യോഗിക ഇടപാടുകളിൽ കഴിഞ്ഞിട്ട് അത് പരിപാലിക്കാനൊക്കെയുള്ള സമയം കണ്ടെത്തുന്നത്. അതാത് ഓഫീസുകളിലെ ജീവനക്കാർ തന്നെയാണ് ഒഴിവു സമയങ്ങൾ ചെടികൾ പരിപാലിക്കുന്നതിനായി ചിലവഴിക്കുന്നത്. ലിഫ്റ്റ് തകരാർ, കുടിവെള്ളക്ഷാമം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ടെങ്കിലും പല ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയൊരുക്കുകയാണ് ഈ പൂന്തോട്ടങ്ങൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. 3 പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വഞ്ചിപ്പാട്ട് പാടി CPIയുടെ പ്രതിഷേധം. MLA ഫണ്ട് അനുവദിച്ചിട്ടും 3 പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കയ്പമംഗലം പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി സമരം ഉദ്ഘാടനം ചെയ്തു. CA ധർമ്മദാസ് അധ്യക്ഷത വഹിച്ചു. നജീബ് പള്ളിത്താനം, AG ഷാജി, രാജീഷ് ജോഷി, ദീപ പ്രദീപ് എന്നിവർ സംസാരിച്ചു. മുള്ളൂർക്കര SN നഗറിൽ നിന്നും 150 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചെടിക്ക് 4 മാസത്തെ വളർച്ചയുണ്ട്. രഹസ്യവിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS സജി, ഷാജി KV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ, സിവിൽ എക്സൈസ് ഓഫീസർ അജീഷ് കുമാർ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. കുന്നംകുളം പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാട്ടാക്കാമ്പൽ പഞ്ചായത്തിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പഴഞ്ഞി പോൾസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, കൺവീനർ മിനി ഷെപ്പ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൈബു വിൽസൺ, ലിജിൻ ചാക്കോ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി. മധ്യസ്ഥനായ വിശുദ്ധ അന്നാവുമ്മയുടെ 114-ാം തിരുനാളിനോട് അനുബന്ധിച്ചാണ് ഊട്ട് നടന്നത്. കണ്ണൂർ എസ്റ്റേറ്റ് ധ്യാന കേന്ദ്രത്തിലെ ഫാദർ രാജു അഗസ്റ്റിൻ ഊട്ടുനേർച്ച വെഞ്ചരിപ്പ് നിർവഹിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ചേറൂർ ഇടവക വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ കാർമ്മികനായി. ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോ പാച്ചേരി തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിന്റെ ഭാഗമായി അന്നനാമധാരികളുടെ സംഗമവും നടന്നു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം ആമ്പല്ലൂരിൽ വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് ചെയർമാൻ ആൻഡോ വി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിഷൻ 100 ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടിക്കർഷക എയ്സൺ കൊച്ചുമോൻ, പഞ്ചഗുസ്തി ചാമ്പ്യൻ പോൾ ദാസ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 3 വയസ്സുകാരി മാളവിക നിതിൻ, ഗവേഷക ഡൽന ജോബി എന്നിവരെയും ആദരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KA ഷീഫർ, മേഖലാ സെക്രട്ടറി AP റാഫേൽ, പ്രോഗ്രാം കൺവീനർ P ഗോപകുമാർ, ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് MD K മോഹനൻ എന്നിവർ സംസാരിച്ചു. എഡിസൺ ഫ്രാൻസ് നയിച്ച മോട്ടിവേഷണൽ ക്ലാസും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ഇടവേള.
വാർത്തയിലേക്ക്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന സംവാദ പരിപാടിയുടെ ഭാഗമായി ഡ്രാക്കുളയെക്കുറിച്ച് പ്രഭാഷണം സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടി എഴുത്തുകാരിയും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗവുമായ സിജിത അനിൽ ഉദ്ഘാടനം ചെയ്തു. കഥാകൃത്ത് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. പി വിനോദ് മുഖ്യപ്രഭാഷണം അവതരിപ്പിച്ചു. എഴുത്തുകാരി രാജ്കുമാരി വിനോദ്, കവി അനിൽകുമാർ കോലഴി എന്നിവർ നേതൃത്വം നൽകി. നോവലിസ്റ്റ് കെ രഘുനാഥൻ, എം ടി രത്നമ്മ, നഫീസത്ത് ബി വി, രാജലക്ഷ്മി മാനഴി എന്നിവർ പങ്കെടുത്തു. തലയിലെ മുറിവിൽ പഴുപ്പുമായി തിരുവില്ലാമല ടൗണിൽ അലയുന്ന കാളയെ മയക്കുവെടിവെച്ച് പിടികൂടി. ചികിത്സ നൽകാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജില്ലാ അനിമൽ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മയക്കുവെടി വെക്കാൻ കളക്ടർ അനുമതി നൽകുകയായിരുന്നു. മയക്കുവെടി വെക്കാനായി ഡോക്ടർ ഗിരിദാസ് തിങ്കളാഴ്ച തിരുവില്ലാമലയിൽ എത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആൺ പെൺ വിഭാഗങ്ങളിലായി 350-ൽ പരം പേർ മാറ്റുരച്ചു. പി ബാലചന്ദ്രൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ടെക്നിക്കൽ ചെയർമാൻ VN പ്രസൂദ് മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. ദേശീയ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 17 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഫിദ ഫാത്തിമയെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി രാജശേഖരൻ നായർ, അസോസിയേഷൻ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ജോയ് വർഗീസ്, സെക്രട്ടറി PG ബബിൽനാഥ് എന്നിവർ പങ്കെടുത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ ക്രിക്കറ്റ് താരത്തിന്റെ ചികിത്സാ സഹായത്തിനായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച സുഹൃത്തുക്കൾ. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി നിതിൻ അപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ്. 25 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ നാട്ടുകാർ തീവ്ര ശ്രമത്തിലാണ്. നാട്ടുകാർക്കൊപ്പം കൈകോർത്താണ് സുഹൃത്തുക്കൾ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. അപകടക്കെണിയായി ചാവക്കാട് പാലത്തിന് മുകളിലെ കുഴികൾ. പാലത്തിന് മുകളിലായി 2 കുഴികൾ രൂപപ്പെട്ടു. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് ഈ കുഴികൾ കാണാതെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കുഴികൾ താൽക്കാലികമായി അടയ്ക്കുമെങ്കിലും മഴ കനത്താൽ കുഴികൾ വീണ്ടും രൂപപ്പെടുമെന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇരുചക്ര യാത്രികരുടെ ജീവന് ഭീഷണിയായ ഇത്തരം കുഴികൾ എത്രയും വേഗം അടച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേന്ദ്ര സഹകരണ നയം ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് SN പുരത്ത് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AT ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ, ഏരിയ സെക്രട്ടറി A വിനോദ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഒരു സഹകരണ കോൺഗ്രസ് സംഘടിപ്പിച്ചു. അന്ന് അതിന് മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു. പ്രമേഹത്തെ തുടർന്ന് ഇടത് കാൽമുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്ന അടുപ്പുട്ടി സ്വദേശി കിടങ്ങൻ വീട്ടിൽ ജോൺസന് ഉപജീവന മാർഗത്തിനായി 4 ചക്ര സ്കൂട്ടർ സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂട്ടറിന്റെ താക്കോൽ പള്ളി വികാരി ഫാദർ ഗീവർഗീസും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസനും ചേർന്ന് ജോൺസന് കൈമാറി. പള്ളി ട്രസ്റ്റി PK പ്രജോത്, ഷമീർ,
ജിനാഷ് തെക്കേക്കര, സക്രിയ ചീരൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഭയിലെ വിവിധ മെത്രാപ്പൊലീത്തമാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ്, കൈസ്ഥാനി സാംസൺ എസ് പുലിങ്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ പങ്കെടുത്തു. കരൾ രോഗബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വാടാനപ്പള്ളി സ്വദേശി അറക്കവീട്ടിൽ ബഷീറാണ് ചികിത്സയ്ക്കും കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും സുമനസ്സുകളുടെ സഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബഷീറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരൾമാറ്റ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഓട്ടോ ഡ്രൈവറായ ബഷീറിന്റെ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന പണം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ബഷീറിന്റെ ചികിത്സയ്ക്കായി സന്തോഷ് പണിക്കശ്ശേരി ചെയർമാനായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് TCV. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും തൃപ്പൂതരിയും ഭക്തി നിർഭരമായി. കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷിക്കപ്പെടുന്ന ഇല്ലം നിറ തൃപ്പൂതരി ചടങ്ങുകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 7 മണിയോടുകൂടിയായി ആരംഭിച്ച ചടങ്ങുകൾക്ക് മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബീദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുട്ടമംഗലം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും രക്തനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് കുട്ടമംഗലം ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അക്സനി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് ഫറൂഖ് പറോപ്പനിക്കൽ അധ്യക്ഷനായി. PSP ജവാഹിർ, ഇക്ബാൽ, കൂട്ടമംഗലം, ഷംസ് ഇളയടത്ത്, PK ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാചക അധ്യാപനത്തിൽ അവിടുത്തെ അനുചരനായ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ശാരീരികമായ മാനസികമായ ആരോഗ്യം മുറുകെ പിടിക്കണം എന്ന്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസി സമൂഹാംഗങ്ങളായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫറോന. കേരളത്തിൽ അരമനകളിലേക്ക് മധുരം കൊണ്ടുവരുന്നവർ വടക്കേ ഇന്ത്യയിലുള്ള കത്തോലിക്ക സ്ഥാപനങ്ങളിലും മധുരം വിതരണം ചെയ്യാൻ സന്നദ്ധരാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പൊറത്തൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ചേർന്ന പ്രതിഷേധ യോഗം പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രൊമോട്ടർ റവറന്റ് ഫാദർ ജോയ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഓസ്റ്റിൻ പോൾ, പൈലി ആന്റണി, ജോബി പൂച്ചിനിപ്പാടം, മേജി തോംസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാത്തക്കുടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടവ് ദാമോദരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഭക്തർക്ക് പ്രസാദമായി പൂജിച്ച കറ്റകൾ നൽകി. ഇല്ലം നിറയോടനുബന്ധിച്ച് വിശേഷാൽ അപ്പം, അട, നിവേദ്യം നടന്നു. തൃശൂർ പഴയ നടക്കാവ് പാണ്ടി സമൂഹമഠത്തിൽ ഇല്ലം നിറ നടന്നു. സമൂഹാചാര്യൻ സുരേഷ് വാദ്യർ നേതൃത്വം നൽകി. സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, ഗാഞ്ചിയസ്, കൃഷ്ണമൂർത്തി, പൂജാരി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഡോഡി ആൻഡ് അബ്ഗാരി മസ്ദൂർ സംഘം BMS കൊടുങ്ങല്ലൂർ റേഞ്ച് കുടുംബസംഗമം നടന്നു. പണിക്കേസ് ഹാളിൽ നടന്ന കുടുംബസംഗമം BMS സംസ്ഥാന സമിതി അംഗം T. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V. ബാലസുബ്രഹ്മണ്യം തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണം നിർവഹിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഹരീഷ്, മേഖലാ പ്രസിഡന്റ് KS ലാലൻ, റേഞ്ച് സെക്രട്ടറി NM രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളെ ക്യാഷ് കാർഡും മൊമെന്റോയും നൽകി അനുമോദിച്ചു. കുണ്ടുകാട് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി ഫാദർ PK തോമസ്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കാക്കശ്ശേരി ശക്തി ഭൈരവി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. പൂജകൾക്ക് സന്തോഷ് തന്ത്രി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ER മനോജ്, സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, ട്രഷറർ TK സുന്ദരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷീരവികസന വകുപ്പും വടക്കാഞ്ചേരി ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ക്ഷീരസംഗമം സമാപിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകനെ ചടങ്ങിൽ ആദരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ സമ്മാന വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുനിൽകുമാർ, ഗിരിജ മേലേടത്ത്, സർക്കിൾ സഹകരണ യൂണിയൻ പേഴ്സൺ NK പ്രമോദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് അംഗം VC ബിനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഘോഷമായും വളരെ വിപുലമായും ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലംനിറ ഭക്തിസാന്ദ്രമായി. നമസ്കാര മണ്ഡപത്തിൽ വെച്ച് ഗണപതി പൂജയോടുകൂടിയാണ് ഇല്ലംനിറയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി. ക്ഷേത്രം മേൽശാന്തി കൂറ്റമ്പുള്ളി പത്മനാഭൻ നമ്പൂതിരി, മൂർഖനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. നല്ലങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. ധാന്യക്കറ്റകളുമായി മേൽശാന്തി ക്ഷേത്രം വലം വെച്ച് അകത്തുകയറി പൂജ നടത്തി. പൂജയ്ക്ക് ശേഷം കതിരുകൾ ഭക്തജനങ്ങൾക്ക് നൽകി. ഉദയകുമാർ, മുരളി രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം ശ്രീ മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ ഇല്ലംനിറ ആചരിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസവും ഔഷധ സേവയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തൃശൂർ ദീപാഞ്ജലി ആയുർവേദ ഹോസ്പിറ്റലിൽ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ S. ധന്യ ക്ലാസ് എടുത്തു. ഔഷധകന്നി വിതരണവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് KR ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്, PB ട്രഷറർ സിമിനീഷ്, കോർഡിനേറ്റർ V. ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏനമാങ്കൽ പരിശുദ്ധ കർമ്മല മാതാ പള്ളിയിൽ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ സെമിനാർ നടത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ തെക്കുംപുറം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KA ജോൺസൺ അധ്യക്ഷനായിരുന്നു. ഫാദർ ജോർജ് തോട്ടൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ CR മാത്യു, സെക്രട്ടറി ബിജു ജോസ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള വ്യക്തിത്വ വികാസത്തിന് സഹായിക്കുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു ട്രെയിനറാണ്. ഈ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുള്ള സങ്കടം പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെന്ന ദിവസം രാവിലെ തന്നെ ഓഫീസിലെ
പടിയം ചെമ്പോലപ്പുറത്ത് തറവാട് മൂന്നാമത് കുടുംബയോഗം നടന്നു. രാജൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു. വേണു ചെമ്പോലപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറത്ത്, രാധാകൃഷ്ണൻ സുധീർ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണി കാരമുക്ക് ചാത്തംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ഇല്ലംനിറയും ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി സേതുമാധവൻ, ക്ഷേത്രം മാനേജർ പൊന്നുമരാർ, വസന്തകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വികസിത കേരളം BJP ഹെൽത്ത് ഡെസ്ക് ദേശീയ കർഷക മോർച്ച വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, വിപിൻ കുടിയേടത്ത്, KR രാജേഷ്, സംസ്ഥാന കൌൺസിൽ അംഗം E ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ചീരക്കുഴി ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. മേൽശാന്തി പാറനാട്ടുമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുളഞ്ഞൂരിൽ നിന്ന് എത്തിച്ച കതിർക്കുലകൾ പൂജകൾ നടത്തി ദേവിക്ക് സമർപ്പിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ഷോളയാർ ഉന്നതിയിൽ ഊരുത്സവം സംഘടിപ്പിച്ചു. പ്രമോട്ടർ ആതിര, ഷോളയാർ ആദിവാസി വന സംരക്ഷണ സമിതി സെക്രട്ടറി KR രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. VSS പ്രസിഡന്റ് ശൈലജ, SFO സഞ്ജു എന്നിവർ സംസാരിച്ചു. തിരുനെല്ലൂരിൽ മഹാശിവക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭരണസമിതി പ്രസിഡന്റ് ND ശങ്കരനാരായണൻ, സെക്രട്ടറി പനക്കൽ മോഹനൻ, ട്രഷറർ രാജൻ കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏനമാങ്കൽ പരിശുദ്ധ കർമ്മല മാതാപള്ളിയിൽ സമുദായ ജാഗ്രത സദസ്സിന് മുന്നോടിയായി നേതൃത്വ വിളംബരം നടന്നു. ഇടവക വികാരി ഫാദർ ജെയ്സൺ തെക്കപ്പുറം ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി KR പോൾസൺ അധ്യക്ഷനായിരുന്നു. ജിൽസൺ തോമസ്, ടോമി തോലത്ത്, ബിജോയ് പെരുമാട്ടിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ശേന്തണിയും എറണാകുളം കലാജനതയും ചേർന്ന് ഏർപ്പെടുത്തിയ കവി ലൂയിസ് പീറ്റർ പുരസ്കാരം വിനോദ് ശങ്കറിന് സമ്മാനിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ പുരസ്കാരം സമ്മാനിച്ചു. കവി VG തമ്പി ലൂയിസ് പീറ്റർ അനുസ്മരണം നടത്തി. VS കണ്ണൻ, സുജോ ബി ജോസ്, KP സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശൂരിലെ സ്നേഹിതനെയൊക്കെ പറയുമ്പോഴും അളവില്ലാത്ത വിധത്തിൽ സ്നേഹമായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ PTA ജനറൽ ബോഡി യോഗം കോർപ്പറേഷൻ കൌൺസിലർ റെജി ജോയ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റോബർട്ട് ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ അലക്സ് മരോട്ടിക്കൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ CM ആഗ്നസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ റോഷ്നി, അധ്യാപകന്മാരായ ഹേമറിൻ തോമസ്, CG ജോസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും കയ്യെഴുത്ത് മാസിക, ഡിജിറ്റൽ പത്രം, ചാന്ദ്രദിന പതിപ്പ് എന്നിവയുടെ പ്രകാശനവും നടന്നു. മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ, ബാലസാഹിത്യകാരൻ CR ദാസ്, പ്രധാന അധ്യാപിക KP ബിന്ദു, മലയാളം അധ്യാപിക K സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. വെൺമേനാട് തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊളക്കാടൻ കുട്ടികൃഷ്ണൻ എന്ന ആനയാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ഗണപതി ഹോമത്തിന് ശേഷം ഭക്തർക്ക് ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാബു മേൽവീട്ടിൽ, സെക്രട്ടറി സദാശിവൻ കോരിശ്ശേരി, ട്രഷറർ ഗിരീഷ് പീച്ചിയിൽ, മാതൃസമിതി പ്രസിഡന്റ് നളിനി കടവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ ഉത്സവം നടന്നു. കുണ്ടന്നൂർ വെള്ളക്കുന്ന് ഭാഗത്ത് 25 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PM സജി അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M നദീഷ്, ബ്രാഞ്ച് സെക്രട്ടറി ഗീതാ മോഹനൻ, എരുമപ്പെട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് US കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. തീരമേഖലയിൽ ശക്തമായ വേലിയേറ്റം. ദേശീയപാതയിലെ ചാലക്കുടി അടിപ്പാതയിൽ വെള്ളം കയറി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന രക്ഷപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വെള്ളത്തിന്റെ കുത്തൊഴുക്കാണ് ആന ഒഴുക്കിൽപ്പെടാൻ കാരണം. TCB വാർത്താഫലം കാണുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ തൃശൂർ കോർപ്പറേഷൻ. ഷെൽട്ടർ സംവിധാനം ഒരുക്കാൻ അജണ്ട. കുന്നംകുളം ആർത്താറ്റ് പോലീസുകാർ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് മടത്തിപ്പറമ്പിൽ ശ്രീദേവിയാണ് മരിച്ചത്. മാസങ്ങളായി പാലളന്ന പണം ലഭിക്കാത്തതിൽ എരുമപ്പെട്ടിയിൽ ക്ഷീര കർഷകരുടെ പ്രതിഷേധം. ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.